ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡെസേർട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളിത് തീയൊന്നും കത്തിക്കണ്ട, വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ്. അപ്പോൾ അതിനായിട്ട് 3 പാക്കറ്റ് മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നുമില്ലാതെ ക്ലീൻ ആണെന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് തുടച്ചിട്ട് എടുക്കുക. അതിനുശേഷം ബിസ്ക്കറ്റ് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് പൊടിച്ചെടുക്കുക, പിന്നെ ബാക്കി കൂടി പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെള്ളമൊന്നും ഇല്ലാത്തൊരു ക്ലീനായ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ അതും പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 2 മുതൽ 3 വരെ ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ ഒന്നും കൂടി നല്ല ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കുക. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൊക്കോ പൗഡർ ബിസ്ക്കറ്റ് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, മെൽറ്റ് ചെയ്തത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പ് പാലാണ്. 250 ml കപ്പിൽ 1 കപ്പ് പാല്. നമ്മൾ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ പാലെടുക്കാം. പാലെടുക്കുമ്പോൾ ചൂട് വേണ്ട, ചൂടില്ലാത്ത പാല് മതി. എന്നിട്ട് ഇത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതേപോലെ സ്പാച്ചിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ പരുവം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അത്രയ്ക്ക് അങ്ങോട്ട് ഒരുപാട് സോഫ്റ്റായി പോകണ്ട. അപ്പോൾ ഈ 1 കപ്പ് പാല് ഈ ഒരു 3 പാക്കറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്കും കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ എടുത്തതിലേക്കും കറക്റ്റ് പാകമാണ്. ഇപ്പോൾ ഒരു കൂടുതൽ വലിയ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റും പാലും കൊക്കോ പൗഡറൊക്കെ കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊരു പാകത്തെ മധുരം ഉണ്ടാകുള്ളൂ, ബിസ്ക്കറ്റിൻ്റെ മധുരം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റ് പൊടിക്കുന്നതോടൊപ്പം ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ 1 കപ്പ് പാലും നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ക്ലീനായ ഒരു ബൗളിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മധുരം ഒരു അല്പം കുറവുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട്, പൊടിക്കാത്ത പഞ്ചസാരയാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നല്ല സ്റ്റിഫായി വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഇവിടെ കുഴച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കൂട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ടൊരു ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വെച്ചത് ഒരല്പം കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് ഇത് വിപ്പിംഗ് ക്രീം അധികമാണെങ്കിൽ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീം അധികം വെച്ചതുകൊണ്ട് ഇത് കുറച്ചൊക്കെ റോൾ ചെയ്ത സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു പിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നതും ഒന്നും ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ താഴ്ത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്കിത് കഴിക്കണമെന്നുള്ള ഇതുകൊണ്ട് പിന്നെ ഞാൻ അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. കൂടുതൽ സമയം വെക്കുമ്പോൾ അനുസരിച്ച് കൂടുതൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. കഴിക്കാനും ടേസ്റ്റ് അപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിത് അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊരു ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട്. ഇങ്ങനെയൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകട്ടെ കരുതിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ വെറുതെ വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് കട്ട് ചെയ്ത് ഒന്നും കൂടി വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാനും നല്ലതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം, ലൈക്കും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി.